വാർത്തകൾ തുടരുന്നു. കേരളം വിധിയെഴുതി കഴിഞ്ഞു. ഇനി ഫലം അറിയാനുള്ള കാത്തിരിപ്പാണ്. 37 ദിവസത്തെ കാത്തിരിപ്പ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, വടകരയിലൊക്കെ വളരെ വൈകിട്ടാണ്, രാത്രിയോടെയാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. എന്താണ് ഇത്തരം നടപടികൾക്ക് കാരണം? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ അവസാന മണിക്കൂറുകളിൽ ഒരു പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്, കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ 76.42% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മണ്ഡലം തിരിച്ചുള്ള ഒരു കണക്ക് നോക്കുമ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 75.42%, വടകര ലോക്സഭാ മണ്ഡലത്തിൽ 77.91%. ഇന്നലെ തെരഞ്ഞെടുപ്പ് പോളിംഗ് വളരെ വൈകി അവസാനിച്ചതുകൊണ്ട് തന്നെ ഒരു അവസാന കണക്ക് ജില്ലയിൽ നിന്നുണ്ടായിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതായി ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ 75.42% കോഴിക്കോടും 77.91% വടകര ലോക്സഭാ മണ്ഡലത്തിലും. ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഗണ്യമായിട്ടുള്ള ഒരു കുറവ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു നിയോജക മണ്ഡലം തിരിച്ചുള്ള ഒരു കണക്ക് നോക്കുമ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കുറ്റ്യാടിയും നാദാപുരം അടക്കമുള്ള കോൺഗ്രസിന് ആധിപത്യമുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ 78-76% പോളിംഗ് നിൽക്കുന്നത്. അതുപോലെ തന്നെ തലശ്ശേരി, കൂത്തുപറമ്പ് മേഖലകളിൽ 76-77% പോളിംഗ് പോകുന്നു. ഈ തലശ്ശേരി, കൂത്തുപറമ്പ് അടക്കമുള്ള കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ തരത്തിൽ ആധിപത്യമുള്ള, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ കുറ്റ്യാടി, നാദാപുരവും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. അങ്ങനെ ഇവിടെയൊക്കെ മുന്നണികൾ പ്രതീക്ഷിച്ചത്ര ഒരു ശതമാനത്തിലേക്ക് പോളിംഗ് എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട്. അതിൽ ആതിര സൂചിപ്പിച്ചതുപോലെ നേരത്തെ കഴിഞ്ഞ തവണയൊന്നും ഉണ്ടാവാത്ത തരത്തിൽ, അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാത്ത തരത്തിലേക്കുള്ള ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ സംഭവ വികാസങ്ങളും ഒക്കെയാണ് വടകരയിലടക്കം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. അതായത് അവസാന വോട്ടറും പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്തിറങ്ങുമ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിലെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 11:43 സമയം. ശേഷം ഈ വോട്ടർ മെഷീൻ അടക്കം സീൽ ചെയ്ത് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുമ്പോൾ 12:15 സമയം. അത്രയേറെ വൈകി ഒരു ദിവസം അവസാനിച്ചതിന് ശേഷമാണ് ഈ പോളിംഗ് പ്രക്രിയകളൊക്കെ പൂർത്തിയാകുന്നത്. അത് വലിയ തരത്തിൽ, അതായത് ജനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിലാക്കിയ, ഇത്രയധികം വലച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇല്ല എന്ന് പറയണം. മാത്രമല്ല, വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങൾ, വിവിധ പോളിംഗ് ബൂത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പാഠമാണ് എന്ന് പറയണം. കാരണം എങ്ങനെ തെരഞ്ഞെടുപ്പിലെ ക്രമീകരണങ്ങൾ മാറ്റം വരുത്തണം എന്നുള്ള ഒരു പാഠം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നുണ്ട്. അതായത് ഒരു ബൂത്തിൽ 1500-ലധികം ജനങ്ങൾ ഒറ്റ ബൂത്തിൽ മാത്രം വോട്ട് ചെയ്യേണ്ട സാഹചര്യം. മാത്രമല്ല, രാവിലെ തന്നെ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു മെഷീൻ റീപ്ലേസ് ചെയ്യാനുള്ള സമയതാമസം ഉണ്ടാകുന്നു. മാത്രമല്ല, ഒരു വോട്ടർ വോട്ട് ചെയ്ത് പുറത്തിറങ്ങണമെങ്കിൽ ഈ മെഷീനിൽ നിന്ന് ബീപ്പ് ശബ്ദം കേൾക്കേണ്ടതുണ്ട്. ഇത് കേൾക്കാൻ താമസം 1 മിനിറ്റോളം എടുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇത് അത്രയേറെ ബുദ്ധിമുട്ടിലാക്കി. പലരും 30ഓളം വോട്ടർമാർ ഈ മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചെയ്യാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, രാവിലെ കനത്ത ചൂടായിരുന്നു. ഈ ചൂടിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ മടിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാത്രി ബൂത്തിലെ വെളിച്ചക്കുറവ് അടക്കമുള്ള, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് അടക്കമുള്ള കാരണങ്ങൾ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ കോൺഗ്രസ് വലിയ രീതിയിൽ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് 11:30 DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് ഈ വിഷയത്തിനെ ആസ്പദമാക്കി. അതായത് കോൺഗ്രസിന്റെ ആദ്യത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ പോളിംഗ് ശതമാനം ഉയർത്തണം എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് പോളിംഗ് ശതമാനം ഉയരുന്നത് ഒരു വലിയ രീതിയിൽ കോൺഗ്രസിന് അനുകൂലമായി ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. മാത്രമല്ല, തലശ്ശേരിയും കൂത്തുപറമ്പും കൊയിലാണ്ടിയും നാദാപുരം ഒക്കെ നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം ആർക്കും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ശതമാനക്കണക്ക് നോക്കി ഒരു വലിയ ആർക്കും മേധാവിത്വം എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഗൂഢാലോചന, മാത്രമല്ല അറിഞ്ഞുകൊണ്ട് ഈ സമയം വൈകിപ്പിച്ചു ഇടതുപക്ഷ ചായ്വുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു സമയം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ KK രമ MLA അടക്കം DCC പ്രസിഡന്റ് അടക്കം ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എന്ന് പറയുന്നത് സംഭവ ബഹുലമായിരുന്നു. മാത്രമല്ല, ജില്ലയിലുണ്ടായ വടകര മണ്ഡലത്തിൽ അടക്കം ഉണ്ടായിട്ടുള്ള ഒരു ആൾക്കൂട്ടം, അല്ലെങ്കിൽ ഒരു വലിയ ആവേശം, ശക്തമായിട്ടുള്ള പോരാട്ടം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് വേണം പറയാൻ. എന്തായാലും മുന്നണികൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്, നെഞ്ചിടിപ്പുണ്ട്. എങ്ങനെയാണെന്ന് ഈ പോളിംഗ് ശതമാനം നോക്കി വിലയിരുത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇനി വരുന്ന 37 ദിവസം എന്ന് പറയുന്നത് ആതിര സൂചിപ്പിച്ചതുപോലെ വലിയ കണക്കുകൂട്ടലുകളുടേതാണ്. ഇനി സംഘടനാ തലത്തിൽ കണക്കുകൾ കൂട്ടി മേൽക്കമ്മിറ്റി അറിയിക്കുന്ന ഒരു സംഘടനാ തലത്തിലുള്ള നടപടിക്രമങ്ങൾ. മേഘ്ന മുരളിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ